2021 ഈ ഗവൺമെന്റ് രണ്ടാമത്തെ അധികാരത്തിൽ വരുന്നത് CM-ന്റെ വ്യക്തിപ്രഭാവം കൊണ്ടും പ്രവർത്തനം കൊണ്ടുമാണ്. ഞാനടക്കം CM-ന്റെ വോട്ടിലാണ് ജയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. CM നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക്. പക്ഷെ CM അറിയില്ല, ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. ആ സൂര്യൻ കെട്ടുപോയി. കേരളീയ പൊതുസമൂഹത്തിൽ ഞാൻ പറയാണ് ആത്മാർത്ഥമായിട്ട്, നെഞ്ച് തട്ടിയിട്ട് ഞാൻ പറയുന്നത്, ആ CM-ന്റെ ഗ്രാഫ് ആ 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിൽ 25-30% കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും CM-നോട് വെറുപ്പാണ്. അത്യസാധാരണമായ സ്ഫോടനാത്മകമായ ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് 4:30 മുതൽ 6:30 വരെ കേരളം കേട്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽപ്പെട്ട നിലമ്പൂർ MLA PV അൻവർ ഉന്നയിച്ചിരിക്കുന്നു. കത്തിജ്വലിച്ചു നിന്നിരിക്കുന്ന സൂര്യൻ കെട്ടുപോയി. മുഖ്യമന്ത്രി, നിങ്ങളോട് ഇപ്പോൾ പാർട്ടിക്കാരടക്കമുള്ള ഭൂരിപക്ഷം ആളുകൾക്കും വെറുപ്പാണ് എന്ന് ഞാൻ മുഖത്തു നോക്കി പറഞ്ഞു എന്നാണ് PV അൻവർ പറയുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി മുഖ്യമന്ത്രിയുടെ മുഖം വികൃതമാക്കി. P ശശി ഒരു കാട്ട് കള്ളനാണ് തുടങ്ങി ഈ പാർട്ടിയെ റിയാസിന് വേണ്ടി നശിപ്പിക്കരുത് എന്ന് പറയുന്നിടത്ത് വരെ എത്തി PV അൻവർ. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും പറയാത്ര രൂക്ഷമായ ആക്ഷേപ ശരങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണ് CPM-ന്റെ സ്വതന്ത്ര MLA PV അൻവർ. ഈ പോക്ക് എങ്ങോട്ടാണ്? മുഖ്യമന്ത്രി ഒരു മറുപടിയും ഇതിന് പറഞ്ഞിട്ടില്ല. പാർട്ടി കൂടിയാലോചിച്ച് ഈ കാര്യത്തിലെ അഭിപ്രായം പറയാം, ആരോപണങ്ങളെല്ലാം അവാസ്തവമാണ് എന്ന് വിജയരാഘവനും MA ബേബിയും പറഞ്ഞതൊഴിച്ചാൽ അൻവറിനെ കടന്നാക്രമിക്കുന്ന ഒരു പ്രതികരണം ഈ നിമിഷം വരെ CPM-ൽ നിന്ന് വന്നിട്ടുമില്ല. എന്താണ് CPIM എന്ന പാർട്ടിയിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി പറയാൻ മടിക്കുന്നത്? ഇനി എന്താണ് PV അൻവർ ലക്ഷ്യം വെക്കുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് ഈ രാത്രിയിൽ. SK സജീഷ് CPM-നെ പ്രതിനിധീകരിച്ചു. SK സജീഷ്, ആ സൂര്യൻ കെട്ടുപോയിരിക്കുന്നു എന്ന് നിങ്ങളുടെ ഒരു MLA-ക്ക് വരെ തോന്നുകയാണ്. PV അൻവർ പ്രകടിപ്പിക്കുന്നത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന CPM കേഡർമാരുടെയും അനുഭാവികളുടെയും അഭിപ്രായമാണോ? ഒരിക്കലും അല്ലല്ലോ. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ സമ്മേളനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണല്ലോ. സ്വതന്ത്രമായി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയിൽ ഉൾപാർട്ടി ചർച്ചകൾ നടക്കുന്നതിലൊന്നും അവർക്ക് പങ്കുചേരാൻ വേണ്ടി കഴിയില്ല. ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടി ഘടകത്തിലോ ഏതെങ്കിലും ഒരു പാർട്ടി സഖാവിനോ അത്തരത്തിലുള്ള അഭിപ്രായം ഉയർന്നു വരില്ല. കാരണം അവർ ഈ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരും പാർട്ടിയിൽ അഭിപ്രായം പറയുന്നവരും വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരും സ്വയം വിമർശനപരമായി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരും എല്ലാമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിലൊന്നും ഇത്തരം ഉയർന്നു വരില്ല, ഒരു കാര്യവും ഉയർന്നു വരില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. ഞങ്ങളെല്ലാം സമ്മേളനത്തിൻ്റെ മുഖത്തു നിന്നാണ് ഈ ചർച്ചയിലേക്ക് ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിയും, അത് സ്വാഭാവികമാണ്. വൈകാരികമായ ഒരു സമസ്യയായി രാഷ്ട്രീയ പ്രവർത്തനത്തെ കാണാൻ വേണ്ടി കഴിയില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ആശയതലത്തിൽ നിന്നുകൊണ്ടാണ്. ആ ആശയതലത്തിൻ്റെ ദൃഢതയിൽ നിന്നുകൊണ്ടാണ് ഓരോ പാർട്ടി പ്രവർത്തകനും മുന്നോട്ട് പോകുന്നത്. താൽക്കാലികമായി ആളുകളുടെ മുന്നിലേക്ക് ചില ആവേശം ഉണ്ടാക്കാനൊക്കെയുള്ള ചില പ്രസ്താവനകളും മറ്റു കാര്യങ്ങളുമൊക്കെ പറയാൻ വേണ്ടി കഴിയും എന്നതിനപ്പുറത്തേക്ക് അതിൽ കാര്യങ്ങളൊന്നും ഉണ്ട് എന്ന് കാണാൻ വേണ്ടി കഴിയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളുടെ പാർട്ടി എപ്പോഴും അതിന്റെ സംഘടനാ തത്വങ്ങൾക്കകത്ത് നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ സാഹചര്യം അനിതര സാധാരണമാണെന്ന് സമ്മതിക്കുമോ? 1957-ൽ EMS മുതൽ ഇങ്ങോട്ട് പിണറായി വിജയൻ വരെയുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ ആരും സ്വന്തം നിയമസഭാ കക്ഷിക്കകത്ത് നിന്ന്, സ്വന്തം നിയമസഭാ കക്ഷിയുടെ ഒരു അംഗത്തിൽ നിന്ന് ഇത്ര രൂക്ഷമായ വിമർശനം കേട്ടിട്ടില്ല. പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് പോലും കേൾക്കാത്തത്രയും അതിനിശ്ചിതമായ വിമർശനം സ്വന്തം പക്ഷത്തെ MLA-യിൽ നിന്ന് നേരിട്ടിരിക്കുന്നു എന്ന സാഹചര്യം അനിതര സാധാരണമാണ്. അത് താങ്കൾ സമ്മതിക്കുമോ? ഒരു കാര്യം, അതിലൊരു ആശങ്കയും വെക്കേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിലെ CPIM നിരവധിയായ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഇതിലും ഗുരുതരമായ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം പാർട്ടിയുടെ നിലപാടും പാർട്ടിയുടെ ബഹുജനങ്ങളോടുള്ള സമീപനവും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നറിയാം. അതിനിടയിൽ ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഉൾപാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കാത്ത ഒരാൾക്ക് അവർ പറയുന്ന അഭിപ്രായങ്ങൾ ക്ലാരിറ്റി ഇല്ലാതായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, അവർക്ക് ഈ പാർട്ടിയിൽ നടക്കുന്ന ചർച്ചകളും അതുപോലെ തന്നെ പാർട്ടി എങ്ങനെയാണ് നിലപാട് സ്വീകരിക്കുന്നതെന്നും ശരിയായ നിലപാട് സ്വീകരിച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ഒരു ധാരണയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയും അതുപോലെയുള്ള കുറച്ച് പുറത്തുള്ള കാര്യങ്ങളും കണ്ട് അതിൽ ആവേശം കൊണ്ട്
നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയില്ല. അത് പല രീതിയിലും പല ആളുകളും പ്രതികരിക്കുന്നൊക്കെ ഉണ്ടാകും. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംഘടനയാണ് പ്രധാനം. ആ സംഘടനയ്ക്കകത്ത് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. ഏറ്റവും ജനാധിപത്യപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയും അതോടൊപ്പം തന്നെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPIM. അതിൻ്റെ പ്രവർത്തകർക്കോ പാർട്ടി അംഗങ്ങളായി പ്രവർത്തിക്കുന്നവർക്കോ അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം കാര്യങ്ങളെയെല്ലാം അവരെല്ലാം ഒരു ചിരിയോടെ കൂടി തന്നെ തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി, ഓക്കെ. അപ്പോൾ പൊതുസമൂഹമോ എന്ന ചോദ്യം ബാക്കിയുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ ജിൻഡോ ജോൺ, ഇക്കാര്യത്തിലെ കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ്? അൻവറിനെ പിന്തുണയ്ക്കുന്നുണ്ടോ UDF-ഉം കോൺഗ്രസും? ഇന്ന് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ആരോപണം ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ഒരു കൂട്ടുകെട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ വലിയ നേതാക്കളും ഒറ്റക്കെട്ടാണ് എന്ന് PV അൻവർ പറയുന്നു. ഒരു നെക്സസ് ആണ് കേരളത്തിലുള്ളത് എന്ന് ആരോപിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇങ്ങനെ ചിരിച്ചു കാണിക്കും. സതീശൻ എന്താണ് ഇക്കാര്യത്തിലൊന്നും മിണ്ടാത്തത് തുടങ്ങി UDF-ലെ പ്രമുഖ നേതാക്കളെ പേരെടുത്ത് പറഞ്ഞ് അൻവർ ആരോപണം ഉന്നയിക്കുന്നു. കേരളത്തിലൊരു പൊളിറ്റിക്കൽ നെക്സസ് ആണോ? അങ്ങനെ പരസ്പരം സഹകരണ സംഘമായി പ്രവർത്തിക്കുകയാണോ? കൊള്ളരുതായ്മകൾ ഒരു പരിധിക്കപ്പുറത്ത് പരസ്പരം വിളിച്ചു പറയില്ല എന്ന ധാരണയുണ്ടോ? അഭിലാഷേ, നമ്മൾക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ PV അൻവർ ഇന്ന് പറഞ്ഞതടക്കമുള്ള ഒറ്റ സെക്കൻഡ്. ഇപ്പോൾ ശ്രീ കെ സുധാകരൻ KPCC അധ്യക്ഷൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കെ സുധാകരൻ, PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ? പിന്തുണ എന്നതിന് യാതൊരു കാര്യവുമില്ല. അദ്ദേഹം പറഞ്ഞതെല്ലാം രാഷ്ട്രീയമായി യാഥാർത്ഥ്യമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങളുടെ ഒരു ഏകദേശ രൂപം തന്നെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹം പറയേണ്ടുന്ന LDF-ന്റെ ഗുണം പറയേണ്ടത് ഗുണം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ദോഷം പറയേണ്ടത് ദോഷവും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പ്, അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചിരുന്ന നേതാക്കന്മാരിൽ അദ്ദേഹത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഉറച്ച തീരുമാനമാണ്. അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നു എന്ന് പറയുമ്പോഴും കേവലം ഒരു പത്രസമ്മേളനമല്ല, അത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ തീരുമാനം. അത് പറയാനായിരുന്നു പത്രസമ്മേളനം എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം വേട്ടയാടപ്പെടുമെന്ന് ഭയപ്പെടുന്നുണ്ട്, ജീവനോടെ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങൾ പോലും അദ്ദേഹം വാർത്താ സമ്മേളനത്തിന് മുമ്പൊക്കെ പറയുകയുണ്ടായി. ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഒരു സംരക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അങ്ങനെ ഒരു സംരക്ഷണത്തിന്റെ ആവശ്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിനെതിരെ, അൻവറിനെതിരെ മറ്റൊരു തരത്തിൽ അതിനെ അപ്രോച്ച് ചെയ്യാൻ CPM തയ്യാറാകും എന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ, അദ്ദേഹത്തിന്റെ ജില്ലയിൽ അദ്ദേഹത്തിന് നല്ല സപ്പോർട്ട് CPM-ൽ തന്നെയുണ്ട്, എപ്പോഴും ഉണ്ട്. ഇന്നലെയുണ്ട്, ഇന്നും ഉണ്ട്, നാളെയും അവർ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് സംരക്ഷണമൊക്കെ ഒരുക്കാൻ അദ്ദേഹത്തിൻ്റെതായ അണികളുണ്ട്. അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞങ്ങളൊക്കെ ചെയ്യും. അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ആരോപണം ഒരു നെക്സസ് ഉണ്ട് എന്നാണ്. അതായത് കേരളത്തിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ ഒരു കൂട്ടുകെട്ടുണ്ട്, അതുകൊണ്ട് പരസ്പരം വലിയ കൊള്ളരുതായ്മകളൊന്നും വിളിച്ചു പറയില്ല എന്ന്. അങ്ങനെ ഒരു നെക്സസ് ഉണ്ടോ കേരളത്തിൽ? അതില് വലിയ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു നെക്സസ് അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ പറയാൻ തന്റേടമുള്ള ആളുകൾ പറയും, തന്റേടമില്ലാത്തവർ പറയില്ല. വസ്തുത തുറന്നു പറയാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു ആർജവത്വവും അതിൻ്റെതായ ഒരു വ്യക്തിത്വവും വേണം. ആ വ്യക്തിത്വമുള്ള ആർജവമുള്ള ആൾക്ക് ഇതെന്തു പറയാനും അദ്ദേഹത്തിന് മടിയുണ്ടാവില്ല, അത് പറയാൻ സാധിക്കും. ഇപ്പോ അൻവർ പറഞ്ഞത് അങ്ങനെയാണ്, അദ്ദേഹത്തിന് ആർജവത്വം ഉള്ളതുകൊണ്ടാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് അതിൻ്റെ അകത്തൊന്നും മറ്റ് രാഷ്ട്രീയം കാണുന്നതിൽ അർത്ഥമില്ല. അല്ല, അൻവർ ഇടതുമുന്നണി വിട്ടുവരികയാണെങ്കിൽ UDF പക്ഷത്ത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുമോ, അതോ അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശങ്ങളൊക്കെ ഇപ്പോഴും ഒരു പ്രശ്നമായി നിൽക്കുമോ? അല്ല, ഞാനിത് ഒറ്റക്ക് പറയേണ്ടുന്ന കാര്യമല്ല, പാർട്ടിയുമായി ആലോചിച്ച് പറയേണ്ടുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഒരു ശരിയുടെ ഭാഗത്താണ് എന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണ്, കുടുംബം കോൺഗ്രസ്സാണ്, ഉമ്മയൊക്കെ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ ആ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഉമ്മ തന്ന ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ അങ്ങനെ ഒരു വ്യക്തിബന്ധമുണ്ട്. അതുകൊണ്ട് അതൊക്കെ ആശ്രയിച്ചിരിക്കും മറ്റുള്ള കാര്യങ്ങൾ. അതായത് അൻവറിനെ വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ല, എന്തായാലും വേട്ടയാടാൻ അറിഞ്ഞുകൊണ്ട് കൊടുക്കില്ല, അറിഞ്ഞുകൊണ്ട് ഒരിക്കലും കൊടുക്കില്ല. ശരി, വളരെ നന്ദി KPC പ്രസിഡന്റ് സംസാരിച്ചതിന്. തിരക്കുകൾക്കിടയിലും KPC പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്ന കാര്യം, അറിഞ്ഞുകൊണ്ട് അൻവറിനെ വേട്ടയ്ക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല, അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്നതിനോടൊപ്പം അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി
ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന പഴയ ഓർമ്മ, അതായത് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരിക്കുന്ന കാലത്തെ ഓർമ്മ KPC അധ്യക്ഷൻ പങ്കുവയ്ക്കുന്നുമുണ്ട്. ചില രാഷ്ട്രീയ പ്രസ്താവനകൾ, അതായത് അൻവറിനോട് വലിയ ശത്രുത കോൺഗ്രസിനില്ല, ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ ഇല്ല എന്ന ഒരു വായന അതിൽ നിന്ന് സാധ്യമാണ്. പക്ഷേ ജിൻഡോ ജോൺ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം നെക്സസ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് അൻവർ വളരെ തുറന്ന് കാര്യങ്ങൾ പറയുന്ന ആളാണ്. ആ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം വസ്തുത തുടങ്ങിയവ ഡിബേറ്റബിൾ ആണ് എങ്കിൽ പോലും ഒരു പരസ്പരം ഒരു ധാരണ, ഇത്രയൊക്കെ പറയൂ, ഇതിനപ്പുറം പോവില്ല, അങ്ങനെ ഉണ്ടോ? ഇല്ല അഭിലാഷേ, അങ്ങനെയില്ല. കാരണം എന്ന് വെച്ചാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോഴല്ലേ, അൻവർ പറഞ്ഞപ്പോഴല്ലോ. ADGP MR അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ടിട്ട് 16 മാസങ്ങളായി എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോഴല്ലേ പൊതുസമൂഹവും മാധ്യമങ്ങളും എല്ലാവരും പറഞ്ഞത്, എന്തിന് പാർട്ടി കമ്മിറ്റി അംഗങ്ങൾ പോലും അറിഞ്ഞത്. അപ്പോൾ പ്രതിപക്ഷത്തിനോ കോൺഗ്രസിനോ UDF-നോ CPM-ഉമായിട്ട് യാതൊരു രഹസ്യധാരണകളുമില്ല, പരസ്യധാരണകളുമില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ സംസ്ഥാനം കൊള്ളയടിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ അതിശക്തമായ നിലപാടാണ് ഞങ്ങൾ എന്നും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോഴും അതിലൊരു മാറ്റവുമില്ല. പിന്നെ അൻവർ പറഞ്ഞ പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കണം എന്ന് തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഏതെങ്കിലും കുറച്ച് കാര്യം അന്വേഷിച്ചാൽ മതി എന്നല്ലല്ലോ പറഞ്ഞ്. അദ്ദേഹം പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ പറഞ്ഞിട്ടുള്ളത് ഉൾപ്പെടെ അന്വേഷണ വിധേയമാക്കണം എന്ന് ആർജവത്തോടെയാണ് പ്രതിപക്ഷ നേതാക്കന്മാർ പറഞ്ഞത്. ഇവിടെ പ്രതിപക്ഷ നേതാക്കന്മാർ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് പറയുന്ന ഓരോ ആരോപണങ്ങളും, അതിൽ ഈ RSS-ഉമായിട്ട് സന്ധി ചെയ്യുന്ന CPM-ന്റെ സംസ്ഥാന ഭരണവും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഇത്തരത്തിലുള്ള നടപടികളും ഈ ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അടക്കമുള്ള അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തോടും ഒത്തയാശയോടും കൂടി കൊള്ളയടിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 8 വർഷക്കാലം കേരളത്തിലെ UDF-ഉം കോൺഗ്രസും അതിശക്തമായിട്ട് പൊതുസമൂഹത്തിന് മുൻപിൽ ഉയർത്തിയ ആവശ്യങ്ങളാണ്. അത് അൻവർ പറയുമ്പോൾ അതിന് കുറെ കൂടി മാനം കൈവരുന്നതിന് ഒരു കാരണം അദ്ദേഹം പിണറായി വിജയനെ പിന്താങ്ങുന്ന MLA ആണ്. മറ്റ് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ വിശ്വാസമില്ല, ആ സൂര്യൻ കെട്ടുപോയി, എൻ്റെ പിതാവിനെ പോലെ ഞാൻ കണ്ടിരുന്ന ആളാണ്, പക്ഷേ അദ്ദേഹം എന്നെ ചതിച്ചു, വഞ്ചിച്ചു, വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് പറയുമ്പോൾ മറ്റാര് പറയുന്നതിനേക്കാളും ഒരു രാഷ്ട്രീയ മാനം അതിന് കൈവരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അൻവർ കേരളത്തിലെ ADGP-യെ കുറിച്ചിട്ടും അതുപോലെ P ശശി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് ശേഷം 21ാമത്തെ ദിവസമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി പൊതുസമൂഹത്തിന്റെ മുൻപിൽ വന്ന് അഭിപ്രായം പറയുന്നത്. ആ 21 ദിവസവും കേരളത്തിലെ CPM-ന്റെ ഔദ്യോഗിക പാർട്ടി പ്രതിനിധികൾക്ക് ദൃശ്യമാധ്യമങ്ങളിൽ വന്ന് അഭിപ്രായം പറയാൻ പറ്റിയില്ല. അഭിലാഷ ഒന്ന് പൂർത്തിയാക്കട്ടെ. ഈ മുഖ്യമന്ത്രി 21ാം ദിവസം വന്ന് പ്രസ് മീറ്റ് നടത്തിയതിന് ശേഷം CPM-ന്റെ സഖാക്കന്മാരല്ല ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പിന്തുണച്ചത് ഹിന്ദു ഐക്യവാദിയുടെ നേതാവായിട്ടുള്ള TV ബാബുവാണ്. അത് TV ബാബുവിന്റെ പ്രസ്താവന പിറ്റേ ദിവസം അവരുടെ പത്രം പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. ഇവിടെയാണ് RV ബാബു, ഈ RV ബാബുവിന്റെ പ്രസ്താവന പിറ്റേ ദിവസം അവരുടെ പത്രത്തിൽ ഉൾപ്പെടെ പ്രസ്താവിക്കുന്ന കാര്യം നമ്മൾ കാണുന്നു. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ശബ്ദിക്കുന്നതെന്ന് നമുക്ക് കാര്യം വ്യക്തമാകുമല്ലോ. ഇവിടെ അൻവർ പറയുന്നതിനേക്കാൾ അപ്പുറം കേരളത്തിലെ സാധാരണ സഖാക്കന്മാർ, സാധാരണ മനുഷ്യന്മാർ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് ഓരോ സംഭവങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന സാഹചര്യങ്ങൾ എത്രയോ വട്ടം നമ്മൾ കണ്ടു. ശരി, അതാണ് കോൺഗ്രസിന്റെ ചാർജ്. ശ്രീ യുവരാജ് ഗോകുൽ, ഈ സൂര്യൻ കെട്ടുപോയി, ജനങ്ങൾ വെറുത്തുപോയി, ഗ്രാഫ് 100-ൽ നിന്ന് 0-ലേക്ക് എത്തി, ഇതൊക്കെ പഞ്ച് ഡയലോഗിന്റെ പ്രസക്തിയുള്ള കാര്യങ്ങളാണ്. പഞ്ച് ഡയലോഗായി ആവർത്തിക്കപ്പെടുമെന്നുള്ളതിനപ്പുറത്ത് ദീർഘകാലത്ത് അതൊരു വലിയ പ്രശ്നമായി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ദീർഘകാലമായി നീറിപ്പിടിച്ച് കിടക്കാൻ പര്യാപ്തമായ ചില പരാമർശങ്ങൾ കൂടിയുണ്ട്. അത് പോലീസ് വർഗീയ നിലപാട് സ്വീകരിക്കുന്നു. ഈ പോലീസിൽ നിന്ന് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്കും ന്യൂനപക്ഷങ്ങൾക്കും ഒരു തരത്തിലുള്ള പരിരക്ഷയും കിട്ടുന്നില്ല, അനീതി കിട്ടുകയാണ്. RSS വൽക്കരണം പോലീസിൽ നടന്നു. ഇത് CPM-നെ പോലൊരു പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ ബേസിനെ തന്നെ ചോർത്തിക്കളയാൻ പര്യാപ്തമായ വലിയ രാഷ്ട്രീയ വെല്ലുവിളി ഉണ്ടാക്കാൻ കഴിയാവുന്ന പരാമർശങ്ങളാണ്. അത് കുറെ കൂടി ആഴത്തിൽ ഒരു പക്ഷേ ആ പാർട്ടിയുടെ പ്രവർത്തകർക്കിടയിലും അവരെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിലും നീറി കിടന്നേക്കാം. എന്ത് ഈ വാർത്താ സമ്മേളനം വഴി അൻവർ നേടും എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഇവിടെ ഉന്നയിക്കപ്പെട്ട RSS ബാന്ധവം, സംഘപരിവാർ ബാന്ധവം, RSS വൽക്കരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന ബോധ്യം താങ്കൾക്കുണ്ടോ? അഭിലാഷേ, എനിക്കത് താങ്കളോട് ഒരു ചെറിയ വിയോജിപ്പുണ്ട്. എനിക്കൊന്നും പഞ്ച് ഡയലോഗായിട്ടല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കിത് മേലെപ്പറമ്പിൽ ആൺവീടിൽ ജഗതി എന്താ എൻ്റെ ഗർഭം ഇങ്ങനല്ല എന്ന് പറയുന്ന പോലെ, എൻ്റെ സൂര്യൻ ഇങ്ങനല്ല എന്ന് പറയുന്നത് പോലെ മാത്രമാണ് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. ഞാൻ അതിനകത്ത് വിഷയത്തിലേക്ക് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വരാം.
ഒന്ന്, PV അൻവർ ഇന്ന് ഉന്നയിച്ചിരിക്കുന്ന വിഷയം, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന്റെ അവസാന ഭാഗം കാണാൻ പറ്റിയില്ല, ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്ന വിഷയം കാരണം കാണാൻ പറ്റിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ വളരെ പ്രസക്തമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വലിയൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന വിഷയവുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ്, ഒരു ഫാമിലി, ഒരാൾ ഗൾഫിൽ നിന്ന് വന്നു, അയാൾ റെസ്റ്റോറൻറ്റിലെന്തോ ഇരിക്കുമായിരുന്നു. അപ്പോൾ വാപ്പയും ഉമ്മയും ഒക്കെ കൂടെയുണ്ട്. അപ്പോൾ പോലീസ് പെട്ടെന്ന് കടന്നു വന്നു, അയാളോട് ബാത്റൂമിലേക്ക് വരാൻ പറഞ്ഞു. അയാൾ ക്യാരിയർ ആയിരുന്നു, സ്വർണ്ണം ഉണ്ടായിരുന്നു. അയാൾ ഗുഹ്യഭാഗത്ത് സ്വർണം കൊണ്ടാണ് വന്നത്, അത് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തു, പോലീസ് എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. ഇതാണോ അൻവറിനെ വേദനിപ്പിച്ചിരിക്കുന്ന വിഷയം? നോക്കൂ, കള്ളക്കടത്ത് മുതലിന് ആർക്കും പരാതി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആരോ ഒന്നുകിൽ ആരുടെയോ പരാതി അല്ലെങ്കിൽ സ്വന്തം പരാതിയാണോ എനിക്കറിയില്ല, അതുമായിട്ട് അദ്ദേഹം വന്നിരിക്കുകയാണ്. ഇത് ഒരു ഭാഗത്ത് നിലനിൽക്കുന്ന വിഷയമാണ്. അത് ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം അതല്ല, ആ കള്ളക്കടത്തുകാരനെ എന്ന് തന്നെ പറയാമല്ലോ, അല്ലേ? ഗുഹ്യഭാഗത്ത് സ്വർണം ഒളിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ആളെ കള്ളക്കടത്തുകാരൻ എന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അൻവർ അയാളെ വിശേഷിപ്പിച്ചിരിക്കുന്ന എന്താണ്? ആ കുട്ടി എന്നാണ്. ആ കുട്ടി 4-5 വർഷം കൂടിയിട്ട് നാട്ടിലേക്ക് വന്നതാണ്. എന്താണ്? ഈ സ്വർണത്തിന്റെ ക്യാരിയറായിട്ട്. അപ്പൊ എനിക്കിത് അൻവറിന്റെ സെന്റിമെന്റ്സ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ശരിയാണ്, സ്വർണ്ണം കള്ളക്കടത്ത് നടത്തിയ കള്ളക്കടത്തുകാർ എന്ന് വിളിക്കാൻ കഴിയുന്ന ആളുകൾ അവരുടെ ഗതികേട് കൊണ്ടോ മറ്റെന്തുകൊണ്ടോ അത് വിഷയമല്ല. ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയാൽ ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. പക്ഷെ അവിടുത്തെ കാതലായ പ്രശ്നം എന്താണ്? ഒന്ന്, കസ്റ്റംസ് പിടിക്കാതെ വരെ വിടുന്നു, എന്നിട്ട് പോലീസ് പിടിക്കുകയാണ്. പോലീസ് പിടിക്കുമ്പോൾ 900 ഗ്രാം സ്വർണം കൊണ്ടുവന്ന അവരുടെ അടുത്ത് നിന്ന് 526 ഗ്രാം മാത്രമാണ് കസ്റ്റംസിലേക്ക് കൊടുക്കുന്നത്. 374 ഗ്രാം മുക്കുകയാണ്. ഇങ്ങനെ ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. കള്ളക്കടത്ത് നടത്താണ് ശരിയാണെങ്കിൽ. അല്ല, അഭിലാഷേ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വിഷയത്തിൽ 2 വശമുണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. ഒന്ന്, അൻവറിന് ഇത് വേദനിപ്പിക്കുന്നുണ്ട്. മറുവശത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തണലിൽ നിന്നുകൊണ്ട് പോലീസ് ഇത് പൊട്ടിക്കുന്നു, അതിന്റെ വീതം പി.ശശിക്ക് കൊടുക്കുന്നു എന്നാണ് അൻവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോ ഒരു സൈഡില് കള്ളക്കടത്തുകാര്, മറുവശത്ത് കള്ളക്കടത്തുകാരുടെ സ്വർണം മോഷ്ടിക്കാൻ നടക്കുന്ന പോലീസുകാർ. ഇനി പോലീസുകാരുടെ ഉദ്ദേശശുദ്ധിയാണോ, അല്ല എന്താണ്, ഈ ഇതിന്റെ റാക്കറ്റിനെ തകർക്കാനാണോ, ഇനി അവർക്ക് അതിന്റെ വീതം പറ്റാനാണോ, വാട്ട് എവർ, ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ കേരള. ഇത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്തിനെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് മറ്റ് ഒന്ന് പറയാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പോലീസ് RSS ബന്ധം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. എനിക്കറിയില്ല അഭിലാഷെ, പോലീസ് RSS ബന്ധം എന്താണെന്ന്. ഇത് ശ്രീ VD സതീശൻ, നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവാണ് ഇങ്ങനെ ഒരു ആരോപണം, കുറച്ച് നേരത്തെ ജിൻഡോ പറഞ്ഞതുപോലെ ഒരു ആരോപണം വന്ന് പറഞ്ഞിട്ട് പോയത്. ഒരു ആരോപണം പറഞ്ഞു കഴിഞ്ഞിട്ട് ഏതാണ്ട് 3 ആഴ്ചയായി. ഇതുവരെയായിട്ടും ആ ആരോപണത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു എവിഡൻസുമായിട്ട് പ്രതിപക്ഷ നേതാവിന് വരാൻ സാധിച്ചിട്ടില്ല. പിന്നീടുള്ള പത്രസമ്മേളനങ്ങളിൽ മുഴുവൻ അദ്ദേഹം സ്ഥിരമായി കിടന്ന് ഉരുണ്ട് കളിക്കുന്നതാണ് കാണുന്നത്. ഇതേ ആരോപണത്തിന് മാർക്കറ്റ് ഉണ്ട് എന്ന് കണ്ടപ്പോൾ PV അൻവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഏറ്റെടുത്തു. അതിനും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞതായി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ പാർട്ടി ശത്രുക്കളുടെ നിലപാടിലേക്ക് അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ മാറുന്നുണ്ട്, അങ്ങനെ മാറരുത് എന്ന് ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ഇന്നിപ്പോൾ LDFിൽ നിന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നിലപാടിൽ നിന്നുമൊക്കെ മാറുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനുമെതിരായി നിങ്ങളിവിടെ പറഞ്ഞതുപോലെ പ്രതിപക്ഷം പോലും പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ അവതരിപ്പിച്ചു എന്നാണ് ഞാനിപ്പോൾ അറിയുന്നത്. ഞാൻ നാളത്തെ PB യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ വിവരങ്ങളൊക്കെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും. ഇന്നലെ പറഞ്ഞതിൻ്റെ അതേ ഭാഗമാണ് ഇന്നും വിശദീകരിക്കാനുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും പാർട്ടിക്കുമെതിരായി വലതുപക്ഷ മാധ്യമങ്ങളും
പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പറയുന്നതിനോടൊപ്പം ചേർന്ന് പാർട്ടി വിരുദ്ധ ഗവൺമെൻറ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സമീപനം ആവർത്തിക്കരുത് എന്ന് ഇന്നലെ പറഞ്ഞതാണ്. അത് സംബന്ധിച്ച് പാർട്ടി വ്യക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പറയേണ്ടതായി പറയും എന്നാണ് തോന്നുന്നത് പറയാനുള്ളത്. അതെല്ലാവരും ഇങ്ങനെ ഒരു ഗുരുതരവുമില്ല, ഒരു ഗുരുതരമായ ആരോപണവുമില്ല. ആരോപണം ഇല്ലാത്തതാണ് പ്രശ്നം. അതൊക്കെ അതെ, വിശദമായിട്ട് കാര്യങ്ങൾ നാളെ പറയാം. ഒറ്റ കാര്യം കൂടി, പക്ഷേ ഒരു കാര്യം കൂടി, ആഭ്യന്തരം ഭരിക്കാൻ യോഗ്യനല്ല ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പല കാര്യങ്ങളും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രതിപക്ഷം പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവർ രാജിവെക്കണം എന്നുള്ള സമരവും നടത്തുന്നുണ്ട്. അതുകൊണ്ടെന്താ, അതുകൊണ്ട് ഭരണപക്ഷത്തെ MLA ആണ്, അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. അതിന് അനുവദിക്കരുത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ വീണ്ടും അതേ രീതിയിൽ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആലോചിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു. അതല്ലേ പറഞ്ഞത്, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയിക്കോട്ടെ. ഗോവിന്ദൻ മാസ്റ്റർ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഡൽഹിയിൽ പ്രതികരിച്ചതാണ്. അൻവറിനെ അദ്ദേഹം തള്ളിയിരിക്കുന്നു, പക്ഷേ രൂക്ഷമായ കടന്നാക്രമണമൊന്നും അൻവറിനെതിരെ നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. നാളെ വിശദമായി പറയാം എന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ഓക്കെ, എന്തായാലും നാളെ വിശദമായി നമുക്ക് അക്കാര്യം അറിയാം. ശ്രീ SK സജീഷ്, ഇവിടെ ഇപ്പോൾ അൻവർ ഉന്നയിച്ചു എന്ന കാര്യം മാറ്റി നിർത്തുക, അൻവർ ആരോ ആയിക്കൊള്ളട്ടെ, പക്ഷെ നമ്മുടെ മുമ്പിൽ വസ്തുതാപരമായി ബോധ്യമുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. 4 അന്വേഷണങ്ങളാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ നടക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണ്. ഒരു നടപടിയും, അതായത് അദ്ദേഹത്തിന്റെ ചുമതല മാറ്റുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായ 1 മണിക്കൂർ കൊണ്ട് എടുക്കാൻ കഴിയുന്ന തീരുമാനമാണ്. അതുണ്ടായിട്ടില്ല. നമുക്ക് വസ്തുതാപരമായി ബോധ്യമുള്ള കാര്യങ്ങൾ, അദ്ദേഹം 2023-ൽ RSSന്റെ സർ കാര്യവാഹിനെ കണ്ടിട്ടുണ്ട്, ദത്താത്രേയ ഹൊസബലയെ കണ്ടിട്ടുണ്ട്, അതിന് 2 ആഴ്ച കഴിഞ്ഞ് രാം മാധവ് എന്ന വളരെ പ്രധാനപ്പെട്ട RSS ലീഡറെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിപ്പോൾ ആരും ആരോപിച്ചു എന്നുള്ളതിനപ്പുറത്ത് വസ്തുതയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ വലിയ വീഴ്ച വന്നിട്ടുണ്ട്, തെറ്റ് വന്നിട്ടുണ്ട് എന്ന് നമ്മുടെ സംസ്ഥാന DGP ഷേഖ് ദർവേഷ് സാഹിബ് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ കവറിംഗ് ലെറ്ററോട് കൂടിയാണ് പൂരം കലക്കൽ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. അതായത് ഇതിനോടകം തന്നെ ഇപ്പോൾ അജിത് കുമാറിനെതിരെ റിപ്പോർട്ടുണ്ട്, അജിത് കുമാർ ചെയ്ത കാര്യത്തിൽ വസ്തുതാപരമായ ബോധ്യമുണ്ട്, വലിയ ആക്ഷേപം മുന്നണിക്കകത്തുണ്ട്, മുന്നണി നേതാക്കൾ പരസ്യമായി പല ആളുകൾ അത് പ്രകടിപ്പിക്കുകയുണ്ടായി. ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും 1 മാസമായിട്ടും ADGP ഇപ്പോഴും അതേ പൊസിഷനിൽ, അതേ ക്രമസമാധാന ചുമതലയിൽ തുടരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകർ പോലും വിശ്വസിച്ചു പോകില്ലേ? അൻവറാണ് ശരി, ഒരാൾക്ക് അവിഹിതമായിട്ടുള്ള സംരക്ഷണം കിട്ടുന്നു, അദ്ദേഹത്തെ വെള്ളിത്താലത്തിൽ വെച്ച് ആനയിക്കുന്നു എന്ന കാര്യം കൺമുമ്പിൽ കാണുമ്പോൾ അൻവർ പറയുന്ന കാര്യം വിശ്വസിച്ച് പോവില്ലേ നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകരും അനുഭാവികളും അണികളും? ശ്രീ അഭിലാഷ്, 1-2 കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരല്പം സമയം താങ്കൾ അനുവദിക്കണം. ഒന്ന്, പാർട്ടി പ്രവർത്തകർക്കോ പാർട്ടി അനുഭാവികൾക്കോ പാർട്ടി അംഗങ്ങൾക്കോ അത്തരത്തിലൊരു സംശയത്തിൻ്റെ ഇടയില്ല. കാരണം ഇവിടെ വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ അൻവർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മാത്രമാണ്. ഇപ്പോൾ അൻവർ പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണല്ലോ. ഇത്തരം ആരോപണത്തിൻ്റെ പുറത്ത് മാത്രം ഒരാളുടെയും പേരിൽ നടപടിയെടുക്കാൻ വേണ്ടി കഴിയില്ല. എന്നാൽ തെറ്റാണെന്ന് കണ്ടാൽ ആ തെറ്റിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. തെറ്റായ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. ഏതാണ്ട് 200ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് തന്നെ ഈ ഗവൺമെൻറ് വന്ന ശേഷം ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, അത് 2 DYSP ഉൾപ്പെടെ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മുമ്പ് നമുക്ക് ഓർമ്മയുണ്ട്, സെൻകുമാർ എന്ന് പറയുന്ന ഇതേ RSSൻ്റെ പക്ഷപാതിയായി നിൽക്കുന്നയാൾ പോലീസ് മേധാവിയായി വരുന്നതിനെ തടഞ്ഞ സമയത്ത് ഈ പറഞ്ഞ കോൺഗ്രസും ലീഗും എല്ലാം നിയമസഭയ്ക്ക് അകത്തുൾപ്പെടെ ഇവരെല്ലാം ഈ പറഞ്ഞ VD സതീശനും രമേശ് ചെന്നിത്തലയും MK മുനീറും ഒക്കെ നടത്തിയ പ്രസംഗം താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലല്ല നിൽക്കുന്നത് എന്ന്, അക്കൂട്ടത്തിലല്ല നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അത്തരം നിലപാട് കൃത്യമായി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം തന്നെ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി കോടതിയിലൂടെയും മറ്റും. അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് എപ്പോഴും
നമ്മൾ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാടിന്റെ ഭാഗമായി ആരോപണത്തിന്റെ പുറത്തല്ല, ഇപ്പൊ വളരെ കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അല്ല, പോലീസ് ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ചെറിയ പറഞ്ഞ കാര്യത്തിൽ ഒരു സംശയമുള്ളതുകൊണ്ട് ഞാനൊന്ന് ചോദിക്കുകയാണ്. സെൻകുമാറിനെ കുറിച്ച് അദ്ദേഹം ഏത് പക്ഷത്താണ് എന്നുള്ള കൃത്യമായ ബോധ്യമുള്ള പിണറായി വിജയന് എന്തുകൊണ്ടാണ് MR അജിത് കുമാറിനെ കുറിച്ച് ആ ബോധ്യമില്ലാത്തത്? RSSന്റെ സമ്പർക്കത്തിന്റെ ചുമതലയുള്ള പ്രചാരകൻ ജയകുമാറിനൊപ്പമാണ് 2022 മെയ് 22 തൃശ്ശൂരും 2023 ജൂൺ 2 തിരുവനന്തപുരത്തും 2 പ്രമുഖരായ RSS നേതാക്കളെ ഇദ്ദേഹം കണ്ടിട്ടുള്ളത്. അതൊരു വസ്തുതയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ അടിസ്ഥാനമില്ല. സംസ്ഥാനത്തിന്റെ DGP ആണ് ADGPക്ക് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട വീഴ്ച സംഭവിച്ചു എന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത്. എന്നിട്ടും അദ്ദേഹം ആ ചുമതലയിൽ തുടരുകയാണ്. MR അജിത് കുമാറിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള സംശയവും മുഖ്യമന്ത്രിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് ജനങ്ങൾക്ക് സംശയമുണ്ടാക്കുന്നത്. അഭിലാഷ്, ഈ സംശയങ്ങളൊക്കെ മാറിക്കൊള്ളും. എല്ലാ കാര്യത്തിലും കൃത്യമായ നിലപാട് സ്വീകരിച്ചാണ് ഗവൺമെൻറ് മുന്നോട്ട് പോവുക എന്നത് എക്കാലത്തും കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ പല സംശയങ്ങളും പുകമറകളുമെല്ലാം പല ഘട്ടത്തിലും സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ അഭിലാഷ്, എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ താങ്കൾ അനുവദിക്കണം. കാരണം നേരത്തെ ബഹുമാനായ ശ്രീ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് സംസാരിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടെ പറയുന്ന കാര്യം, ഇവരൊക്കെ ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധികളൊക്കെ അത്തരം കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അവിടെ അൻവർ പറഞ്ഞത് ADGPയെ കണ്ടത് VD സതീശൻ്റെ പുനർജനി കേസ് ഒഴിവാക്കി കൊടുക്കാനാണെന്നാണ്, അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തിന് എന്നല്ല പറഞ്ഞത്. പരസ്യമായി തന്നെ അൻവർ പറഞ്ഞിട്ടുണ്ടല്ലോ, പുനർജനി കേസിലെ ED അന്വേഷണം ഒഴിവാക്കി കൊടുക്കാനാണ് കണ്ടതെന്നാണ് പറഞ്ഞത്. അതിനെയാണോ ഈ പറഞ്ഞ കോൺഗ്രസ് പ്രതിനിധിയും അതുപോലെ തന്നെ സുധാകരനുമൊക്കെ അംഗീകരിക്കുന്നതെങ്കിൽ അവരത് പറയട്ടെ, അവരത് പറയാണല്ലോ വേണ്ടത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചൊരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ടത്, നേരത്തെ ഇവിടെ പരാമർശിച്ചല്ലോ, ഇപ്പോൾ അൻവർ പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അൻവറിൻ്റെ ഒരു വാചകത്തിൽ വരേണ്ടതല്ലേ, എയർപോർട്ട് വഴിയാണ് സ്വർണ്ണക്കടത്ത് നടക്കുന്നത്, അതുകൊണ്ട് എയർപോർട്ടിനകത്ത് നിസ്സംഗമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ്റെ പേര് പറയണ്ടേ? അവിടെയും കുറേ കസ്റ്റംസുകാരില്ലേ? കസ്റ്റംസ് ആണ് സ്വർണം പിടിക്കേണ്ടത്. കസ്റ്റംസ് സ്വർണം പിടിക്കാത്ത സ്വർണമാണല്ലോ മുഖ്യമന്ത്രി കണക്ക് പറഞ്ഞ പോലെ തന്നെ കിലോ കണക്കിന് സ്വർണം പുറത്ത് കരിപ്പൂർ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയി എനിക്കൊരു ഇടവേള എടുക്കേണ്ട സമയം അതിക്രമിച്ചതുകൊണ്ടാണ് താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനുള്ള സമയം ഞാൻ തരാം. ചർച്ച തുടരുന്നു. നേരത്തെ SK സജീഷ് സംസാരിച്ചതിന്റെ ഇടവേളയിലേക്ക് പോയത്. അതുകൊണ്ട് ആ അവസരം സജീഷിന്. സജീഷ്, താങ്കൾ പറഞ്ഞു വന്ന കാര്യത്തിൽ എൻ്റെ ഒരു ചോദ്യത്തോടു കൂടി താങ്കൾ തുടർന്നോളൂ. അൻവർ നോക്കൂ, അദ്ദേഹം കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നു, BJP ആക്ഷേപിക്കുന്നു, മുസ്ലിം ലീഗിനെ ആക്ഷേപിക്കുന്നു. ഇവിടെ ഒരു നെക്സസ് ഉണ്ട്, എല്ലാ ഉന്നത നേതാക്കളും ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്നു. നോക്കൂ, അദ്ദേഹം പല കൊള്ളരുതായ്മകളും വിളിച്ചു പറയുന്നത് സമൂഹത്തോടാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ അംഗങ്ങൾ മാത്രമല്ലല്ലോ, പാർട്ടിയെ പാർട്ടിയാക്കുന്നത് സമൂഹമാണ്. ആ സമൂഹത്തോട് ചില കാര്യങ്ങൾ PV അൻവർ എന്ന നിലമ്പൂരിന്റെ MLA കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ ജനസമൂഹത്തോട് ഇതൊക്കെ ബോധിപ്പിക്കാൻ, ഞങ്ങൾ ഇങ്ങനെയൊന്നുമല്ല എന്ന് ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രാഥമികമായ പ്രശ്നം. ശ്രീ അഭിലാഷ്, ഞാൻ ആ കാര്യം സൂചിപ്പിച്ച് തന്നെയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ ഒന്ന് ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് താങ്കൾ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ കടക്കാം. ഒന്ന്, ഇവിടെ അൻവറിൻ്റെ പത്രസമ്മേളനത്തിൽ അൻവർ പ്രതിഷേധിച്ച പ്രധാനപ്പെട്ട കാരണം എന്താണ്? കസ്റ്റംസിനെ അല്ല അൻവറിന് പ്രശ്നം. കസ്റ്റംസിൻ്റെ കയ്യിൽ നിന്ന് സ്വർണം ഇങ്ങനെ ഒഴുകി പുറത്തേക്ക് വരുന്നു, അത് പോലീസ് പിടിക്കുന്നു എന്നുള്ളതാണ്. അതിലെ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുമ്പോൾ തന്നെ പറഞ്ഞു, അത് അന്വേഷണം നടക്കുകയാണ്, അതിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല എന്ന്. അതുകൊണ്ട് അൻവറിന് ആ കാര്യത്തിൽ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ സ്വർണം കുറയുന്നു എന്നുള്ളതിനെ പറ്റി നിലവിലുള്ള ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രി ഉദ്ധരിച്ചെങ്കിലും ഇപ്പോഴുള്ള 158 കേസിൻ്റെ കാര്യത്തിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല, അതിനെക്കുറിച്ച് ഉൾപ്പെടെ അന്വേഷണമുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ഒരു വാചകത്തിൽ അദ്ദേഹം പറയേണ്ടതില്ലേ, ഏതെങ്കിലും ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ്റെ പേര് പറയണ്ടേ? ഇങ്ങനെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ മലിനജലം ഒഴുകുന്ന പോലെ ഇങ്ങനെ സ്വർണം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഇതൊന്നും നോക്കാൻ ആളില്ലേ എന്ന ചോദ്യം ചോദിക്കണ്ടേ? ആ ചോദ്യം ചോദിക്കാത്തിടത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം, എല്ലാവരും കൊള്ളരുതാത്തവർ, അഭിലാഷിപ്പോൾ അതാണല്ലോ സൂചിപ്പിച്ചത്, എല്ലാ പാർട്ടിക്കാരും കൊള്ളരുതാത്തവർ, ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാവരും കൊള്ളരുതാത്തവർ. ഞാൻ മാത്രം ഒരു നല്ലയാൾ, ഞാൻ മാത്രം പറയുന്നത് ജനങ്ങൾ കേൾക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതിച്ചിരി കടന്ന കൈയായി പോകും. നമുക്ക് തന്നെ അദ്ദേഹം ഉൾപ്പെടെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നല്ലത്. ഇപ്പം ഞാൻ മാതൃഭൂമിൻ്റെ സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത്.
അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾ എന്തെല്ലാമാണെന്ന് ഓർമ്മയുണ്ടാവുമല്ലോ. ഈ സ്റ്റുഡിയോയിലിരുന്ന് ഞാൻ ഉൾപ്പെടെ ചർച്ച നടത്തിയിട്ടുണ്ട് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. ആ സമയത്ത് അദ്ദേഹം ഇടതുപക്ഷമാണ് എന്നതുകൊണ്ട് വൻതോതിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ധാരണ ഉണ്ടാവണം. ഇവിടെ ആക്രമിക്കപ്പെടുന്നത് ഇടതുപക്ഷവും CPM ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ശത്രുക്കളുടെ കയ്യിലേക്ക് അദ്ദേഹം പറഞ്ഞു, സതീഷ്, ഞാൻ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനൊന്നും അല്ല. നിങ്ങളുടെ ചിന്ത പോവേണ്ടത് വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലുള്ള ബന്ധത്തിലേക്കാണെന്ന് പണ്ടേ പറയുന്നതാണ്. ഞാൻ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനല്ലെന്ന് ഇന്ന് അദ്ദേഹം പറഞ്ഞാണ്. ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോ കടക്കുന്നില്ല. അഭിലാഷ്, ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായി തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ മാധ്യമങ്ങൾ കണ്ട കാര്യങ്ങൾ ഇവിടെ പരാമർശിച്ചല്ലോ. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പറയാൻ ഞാനാളല്ല. അപ്പോൾ സ്വാഭാവികമായും പാർട്ടി നിലപാടുകൾക്കും നയങ്ങൾക്കും എതിരായിട്ടാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്ടി ശത്രുക്കൾക്ക് ആയുധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിശദമായ കാര്യങ്ങൾ നാളെ പറയും എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, താങ്കളിപ്പോൾ പറഞ്ഞല്ലോ ഞാൻ മഹാത്മാഗാന്ധിയുടെ മകനല്ല, കൊച്ചുമകനല്ല എന്ന് പറയുന്ന ഒരു വാചകം. അങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും ന്യായീകരിക്കാൻ വേണ്ടി പറ്റില്ല. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകന്മാരൊന്നും അല്ല നമ്മളെല്ലാവരും. പക്ഷേ രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട സാമാന്യ മര്യാദ കാണിച്ചു തന്നെയാണ് എല്ലാവരും പോകുന്നത്. എല്ലാവരും മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകന്മാർ മാത്രമായിട്ടാണ് സത്യസന്ധത പുലർത്തുന്നത് എന്നുള്ള അഭിപ്രായം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അത് ശരിയല്ല. നമ്മൾ കൊച്ചുമകനാകേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഞാൻ മാത്രം മെച്ചം, ബാക്കി എല്ലാവരും മോശം എന്ന് പറയുന്ന നിലപാട് പ്രശ്നമാണ്. പിന്നെ ഒരു കാര്യം, ഇതിന്റെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം കൂടി മനസ്സിലാക്കേണ്ടത്, ഇപ്പോ അദ്ദേഹം ഉൾപ്പെടെ കാണേണ്ടത്, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കുറേ കോൺഗ്രസും ലീഗും BJPയും ഒക്കെ ആയിട്ടുള്ള പല ഹാൻഡിലുകളും വന്നിട്ട് ഇപ്പോൾ പിന്തുണയൊക്കെ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ഈ പാർട്ടിയുടെ മാരണത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടിയ പിന്തുണ പാർട്ടിയിൽ നിന്ന് കിട്ടും എന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത്. പാർട്ടിയാണ് വലുത്. പാർട്ടി സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി വളർന്നു വന്ന വഴിയുണ്ട്. ആ വഴിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നിൽക്കുക. ഒരുപാട് ആളുകളുടെ പോരാട്ടത്തിന്റെയും ചോരയുടെയും രക്തസാക്ഷിത്വത്തിന്റെയും ഭാഗമായിട്ടാണ് ഈ ചെങ്കൊടി ഉയർന്നു നിൽക്കുന്നത്. അത് താഴ്ത്തിക്കെട്ടാന്നൊന്നും ആരും സ്വപ്നം കാണണ്ട. അങ്ങനെ സ്വപ്നം കണ്ട ആളുകൾക്കൊന്നും സ്വപ്നത്തിൽ ഉറക്കത്തിൽ ഞെട്ടിപ്പോയി എന്നല്ലാതെ അപ്പോൾ നോക്കുമ്പോൾ നിരത്തി എല്ലാ കാലത്തും കണ്ടാണ്. അങ്ങനെ സ്വപ്നം കണ്ടുപോയവരൊക്കെ ഉണ്ട്. സ്വപ്നം കണ്ടവരൊക്കെ ഞെട്ടി ഉണർന്നപ്പോൾ ഒന്നുമില്ലാതെ ഭൂമിയിൽ കിടക്കുകയായിരുന്നു എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. ജനങ്ങൾ എന്ന് താങ്കൾ നേരത്തെ ഉന്നയിച്ചു, അതുകൊണ്ട് അതുകൂടി സൂചിപ്പിക്കുകയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ജനങ്ങൾ ഇന്നത്തെ ഈ ആരോപണങ്ങൾ കേട്ടിട്ടല്ല, കേരളമായി മാറിയതിൻ്റെ ഒരു ചരിത്രം ജനങ്ങൾക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ CPM-നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷത്തിനും പിന്തുണ നൽകുന്നത്. ആ പിന്തുണ അവർ നൽകുകയും ചെയ്യും. ഇത്തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുന്നതുകൊണ്ട് മാത്രമല്ല. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചപ്പോൾ എല്ലാ ആക്ഷേപങ്ങൾക്കെതിരായും കൃത്യമായ അന്വേഷണം കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കൃത്യമായ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്ന നല്ലതാണ്. RV ബാബുവിനെയൊക്കെ കോട്ട് ചെയ്യുന്ന കേട്ടു പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി. ഇതേ RV ബാബു ആണ് പറഞ്ഞിട്ടുള്ളത് VD സതീശൻ കോൺഗ്രസ് RSS ആയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഈ വിളക്ക് കത്തിക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ, RV ബാബു തന്നെയാണ്. മനസ്സിൽ വെച്ച് പറഞ്ഞാൽ മതി. ശ്രീ ജിൻഡോ ജോൺ, അൻവർ പറയുന്ന കാര്യങ്ങളെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങണോ? അൻവർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആരോപണങ്ങൾ എന്തൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. VD സതീശൻ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, കണ്ടെയ്നറിൽ മീൻ കൊണ്ടുവരുന്ന കണ്ടെയ്നറിൽ നോട്ടുകൾ കർണാടകയിൽ നിന്ന് ചാവക്കാടേക്ക് കൊണ്ടുവരുന്നു. വലിയ ആരോപണമായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരാതികളിൽ ഒന്ന്, ഞാൻ കൊടുത്തിട്ടുള്ള ആ ആരോപണം മര്യാദയ്ക്ക് അന്വേഷിച്ചില്ല. MR അജിത് കുമാർ അക്കാര്യത്തിൽ സതീശന് അനുകൂലമായ സമീപനം സ്വീകരിച്ചു, എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ ആ കേസ് വസ്തുതയില്ലാത്തതാണ് എന്ന് പറഞ്ഞു തുടങ്ങിയവയായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങളിലെ ആദ്യത്തെ ആക്ഷേപങ്ങളിലൊന്ന്. പുനർജനി തട്ടിപ്പുമായി ബന്ധപ്പെട്ട RSSുമായിട്ട് ഡീലുണ്ടാക്കാൻ സതീശന് വേണ്ടി പോകുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചു. ഇങ്ങനെ എല്ലാം പറയുന്ന ഒരാളാണ് ശ്രീ PV അൻവർ. അതുകൊണ്ട് PV അൻവർ പറഞ്ഞതെല്ലാം അച്ചട്ടാണ് എന്ന് നിങ്ങൾ കരുതേണ്ട കാര്യമുണ്ടോ? ഒരു രീതിയിലും ഞങ്ങൾ അങ്ങനെ കരുതുന്നില്ലല്ലോ അഭിലാഷേ. ഇവിടെ സ്വർണം പൊട്ടിക്കലും ആളെ കൊല്ലാൻ ഒത്താശ ചെയ്യുകയും അതുപോലെ സ്വർണ്ണക്കടത്തിന് മധ്യസ്ഥം നിൽക്കുന്നത് ADGP ആണെന്ന് പറയുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ PV അൻവറിന്റെ വാദത്തോടൊപ്പം നിന്നില്ല. കാരണം ഞങ്ങൾ അത് ഉന്നയിച്ചിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഉന്നയിച്ചത് കേരളത്തിലെ പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാരുടെയും യുവജന നേതാക്കന്മാരുടെയും MLA-മാരുടെയും ഒക്കെ ഫോൺ ചോർത്തൽ ഉണ്ട്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം കലക്കുന്നതിന് ആഭ്യന്തര വകുപ്പിന്റെ ഒത്താശ
ഒത്താശയോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുണ്ട്. ചില ജില്ലകൾക്ക്, ചില ആളുകൾക്ക്, ചില മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് തീവ്രവാദ ചാപ്പ കുത്തുന്ന പരിപാടി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനുണ്ട്. അതുപോലെ ഉള്ള കാര്യങ്ങൾ, ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട ആഭ്യന്തര വകുപ്പ്, കൊള്ളയടിക്കുന്ന സംസ്ഥാന സർക്കാർ, ഇതൊക്കെ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഞങ്ങൾ ഉന്നയിച്ച ആരോപണ. അത് അൻവർ പിന്നീട് അവർ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായിട്ട് പിന്നീട് വന്ന് ഉന്നയിക്കുമ്പോൾ അതിനെ പുറകെ പിടിക്കുകയല്ല ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ അൻവർ വീണ്ടും ഒന്നുകൂടി എടുത്ത് പ്രയോഗിക്കുക മാത്രമാണ് ചെയ്തത്. ഇനി VD സതീശൻ 150 കോടി രൂപ മീൻവണ്ടിയിൽ കടത്തി എന്ന് പറഞ്ഞ അൻവർ അതിന്റെ രേഖ ആഭ്യന്തര വകുപ്പിന് കൈമാറിയില്ല. അതിനെക്കുറിച്ചിട്ട് പിണറായി വിജയൻ അന്വേഷിച്ചുമില്ല. ഞങ്ങൾ പറയുന്നത് അത് ഉൾപ്പെടെ അന്വേഷിക്കണമെന്നല്ലേ, നിയമസഭയ്ക്ക് അകത്തല്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, അത് ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന്. പിന്നെ പുനർജനി തട്ടിപ്പ് കേസ് എന്ന് പറയുന്നു. പുനർജനി തട്ടിപ്പാണോ അല്ലയോ എന്നുള്ളത് പറവൂരിലെ ജനങ്ങൾ ആലോചിക്കട്ടെ. കാരണം ഒരു സംസ്ഥാന സർക്കാർ പരാജയപ്പെടുമ്പോൾ കേവലം ഒരു MLA മാത്രമായിട്ടുള്ള ഒരു നേതാവ് ഒരു നിയോജക മണ്ഡലത്തിലെ മനുഷ്യർക്ക് ജീവിതമാർഗം നൽകുന്ന, കൈപിടിച്ചുയർത്തുന്ന ഒരു കാഴ്ചയാണ് പുനർജനി പദ്ധതി. അതിനെക്കുറിച്ച് പറവൂര് നിങ്ങൾ പ്രസംഗിക്കണമായിരുന്നു, CPM-ന്റെ നേതാക്കന്മാർ. അത് മറ്റൊരു വിഷയമാണ്, അവിടെ നിൽക്കട്ടെ. പക്ഷേ പുനർജനി കേസിൽ ED-യുടെ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ADGP MR രാജ്കുമാർ VD സതീശന് വേണ്ടിയിട്ട് പറയട്ടെ മാഷേ. താങ്കൾ പറഞ്ഞപ്പോ അദ്ദേഹം ഇടപെട്ടില്ലല്ലോ, പറയട്ടെ. ഞാൻ ഇടപെടുന്നൊന്നുമില്ല, പറഞ്ഞേ ഉള്ളൂ. ശരി ശരി പറയൂ. സതീഷ് ഇന്ന് അൻവർ പറഞ്ഞത് ഇത് തന്നെയാണ്. ആഭ്യന്തര സകല രാജ്യത്തും പോയി ആഭ്യന്തര ജനാധിപത്യം ഇല്ലാത്ത പാർട്ടിയാണ് CPM എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ ചാനൽ ചർച്ചയിൽ മറ്റു പ്രതിനിധികൾ സംസാരിക്കാൻ അനുവദിക്കൂ. നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെ പോലെ ആഭ്യന്തര ജനാധിപത്യം ഇല്ലാത്തതുകൊണ്ട് മറ്റാളുകളെ സംസാരിക്കാൻ അനുവദിക്കാതെ മുഖ്യമന്ത്രി തന്നെ എല്ലാ അഭിപ്രായം പറയുന്നത് പോലെ ചാനൽ ചർച്ചയിലും പറയില്ലേ. ഞങ്ങളും പറയട്ടെ എന്തെങ്കിലും, ഞങ്ങളുടെ ഭാഗം പറയട്ടെ. താങ്കൾ അത് കഴിയുമ്പോൾ അത് കൗണ്ടർ ചെയ്തോളൂ. പക്ഷേ ഈ ADGP MR അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ടത് VD സതീശന് വേണ്ടിയിട്ടാണ് എന്നുള്ള വാദം അൻവർ പറയുന്നു. അത് തന്നെ നിങ്ങളും പറയുന്നുണ്ടെങ്കിൽ പിന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ എന്തിനാ കസേരയിൽ ഇരിക്കുന്നത്? ഒരു കൽപ്രതിമ എടുത്തു വെച്ചുകൂടെ ആ കസേരയിൽ? നാണമില്ലേ ആ വാദത്തെ എൻഡോഴ്സ് ചെയ്യാൻ? ഇനി അത് മാത്രമല്ല, അങ്ങനെ ഒരു കാര്യത്തിൽ അൻവർ പറഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് അന്വേഷണം പ്രഖ്യാപിക്കാത്തത്? എന്തുകൊണ്ടാണ് ADGP MR അജിത് കുമാർ VD സതീശന് വേണ്ടിയിട്ടാണോ കണ്ടത് എന്ന് അന്വേഷണം പ്രഖ്യാപിക്കണ്ടേ? നിങ്ങൾ VD സതീശനോട് നിങ്ങൾക്ക് പ്രത്യേക പ്രണയം വല്ലതുണ്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നിങ്ങൾ അന്വേഷിക്കണ്ടേ? നിങ്ങൾ 16 മാസക്കാലമായിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി ആ കാര്യം അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അടയിരുന്നത്? പിന്നെ സതീഷ് പറഞ്ഞൊരു കാര്യം, നിരവധി ആരോപണങ്ങൾ വരുന്നു, ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ നടപടിയെടുക്കില്ല, ശരിയാണെങ്കിൽ നടപടിയെടുക്കുമെന്ന്. തെറ്റാണോ ശരിയാണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കണം സതീഷേ? അത് അന്വേഷിക്കണ്ടേ? അന്വേഷണം പ്രഖ്യാപിക്കണ്ടേ? 10-20 ദിവസക്കാലം കഴിഞ്ഞ് കുറ്റക്കാരനെന്ന് പൊതുസമൂഹം വിചാരിക്കുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന ലോക തമാശ കാണിച്ചുകൊണ്ട് നിങ്ങൾ പറയാ ആ ആരോപണങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന്. പിന്നെ നിങ്ങൾ പറയുന്നത് പാർട്ടിയിലെ സഖാക്കന്മാരുടെ പിന്തുണയുണ്ടെന്ന. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ അഭിലാഷേ, ഒറ്റ കാര്യം. CPM-ന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിന് 7,72,000 ഫോളോവേഴ്സ് ഉണ്ട്. പിണറായി വിജയന്റെ ഒരു പോസ്റ്റിന് ഇന്ന് വെറും 33 ലൈക്കാണ് ഈ സമയത്തുള്ളത്. MB ഗോവിന്ദന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ പേജിൽ 220 ലൈക്കാണ്. വിജയരാഘവൻ അൻവറിനെ തള്ളിക്കൊണ്ട് നടത്തുന്ന പത്രസമ്മേളനത്തിന്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 647 ലൈക്കാണ് ഇപ്പോഴുള്ളത്. പക്ഷെ PV അൻവറിന് 3,63,000 ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ PV അൻവറിന് 53,000, 31,000, 21,000, 18,000 ലൈക്കുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് CPM-ന്റെ ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. കാരണം ലീഗുകാരോ കോൺഗ്രസ്സുകാരോ UDF-കാരോ മറ്റാരും അൻവറിനെ ലൈക്ക് ചെയ്യാൻ പോകില്ല. ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ തെറ്റായ ആരോപണം ഉന്നയിക്കുന്ന അൻവറിന്റെ പോസ്റ്റിന്റെ കീഴെ പോയി ലൈക്ക് ചെയ്യുന്നത് ഞങ്ങളല്ല. അത് പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യം അംഗീകരിക്കാത്ത പിണറായി വിജയന്റെ തിട്ടൂരത്തിന് മുമ്പിൽ ചങ്ങലക്കിട്ട കാലുമായിട്ട് സഞ്ചരിക്കുന്ന MV ഗോവിന്ദന്റെ പാർട്ടിയിലെ സഖാക്കന്മാരാണ് അൻവറിന് പോയി ലൈക്ക് ചെയ്യുന്നത്. തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും. ശരി, ഓക്കെ. ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പൊ നേരത്തെ ഉന്നയിച്ച വിഷയം അൻവറിന്റെ പിറകിൽ ആരാണ് എന്ന സംശയം മുഖ്യമന്ത്രി തന്നെ ആനുഷംഗികമായി പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ രോഷം കൂടിയാണ് തീർത്തത്. അതായത് സ്വർണം കള്ളക്കടത്ത് നടത്തുന്ന ആളുകളുടെ വേദനയാണ് അൻവർ പങ്കുവെക്കുന്നത് എന്നാണല്ലോ പല രൂപേണ പറയുന്നത്. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട്. സ്വർണം വിമാനത്താവളം വഴി കടത്തുന്നുണ്ടെങ്കിൽ അത് പിടിക്കേണ്ടത് കസ്റ്റംസ് ആണ്. കസ്റ്റംസിന് അതിനുള്ള വലിയ സംവിധാനമുണ്ട്. വളരെ ആധുനികമായ സ്കാനറുകളാണ് കോഴിക്കോട് വിമാനത്താവളത്തിലുള്ളത്. അപ്പോൾ കസ്റ്റംസിനെ സംബന്ധിച്ച് അനായാസം ഇത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കണ്ടെത്താവുന്നതാണ്. ഇവിടെ വന്ന ആരോപണങ്ങളുടെ ഒരു വലിയ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരുപാട് കേസുകൾ പുറത്തു പിടിച്ചു. കേസിന്റെ കണക്കൊക്കെ അൻവർ പറഞ്ഞല്ലോ. അതായത് കസ്റ്റംസിലെ മുൻ ഉദ്യോഗസ്ഥനായിരുന്ന അവിടുത്തെ SP സുജിത് ദാസ് ഒപ്പം കസ്റ്റംസും കൂടി ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനം
അതായത് കസ്റ്റംസ് സ്വർണം കൊണ്ടുവരുന്ന ആളുകളെ അവിടെ പിടിക്കാതെ പുറത്തേക്ക് വിടുന്നു, അവരെ പോയി പോലീസ് പിടിക്കുന്നു, പോലീസ് പിടിച്ച ശേഷം അതിലെ പകുതി മുക്കുന്നു. ഈ മുക്കിയത് ഈ കസ്റ്റംസും പോലീസും ഒക്കെ കൂടി അതിന്റെ ലാഭവിഹിതം പങ്കിടുന്നു. ഒരു വലിയ മാഫിയ നെക്സസ് എന്ന അതിഗുരുതരമായ ആരോപണമാണ് അവിടെ ഉയരുന്നത്. ഇപ്പോൾ സ്വർണം കള്ളക്കടത്ത് നടത്തുന്നത് പോലെ തന്നെ ആ കള്ളക്കടത്ത് നടത്തുന്നവരെ കള്ളക്കടത്ത് നടത്തി അതുവഴി ലാഭമുണ്ടാക്കുക എന്ന സംഭവം നമ്മുടെ പോലീസും ഈ കസ്റ്റംസും ഒക്കെ ചേർന്ന് നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം എത്രമാത്രം കറപ്റ്റഡ് ആണ് എന്നൊരു വലിയ പ്രശ്നം അതിനകത്തുണ്ട്. അതൊരു പൊതു താല്പര്യ വിഷയവുമാണ്. അതാണ് അൻവർ ഉന്നയിച്ചതെങ്കിൽ അതിന് കൃത്യമായ മറുപടിയും അന്വേഷണവും പരിഹാരവും ആവശ്യമില്ലേ? തീർച്ചയായിട്ടും അതിനകത്ത് അന്വേഷണം ആവശ്യമുണ്ട്. കാരണം ഇതിനകത്ത് ഈ സിസ്റ്റത്തിനകത്ത് പ്രശ്നമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കുറച്ച് നാളായിട്ട് കാണുന്നത്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് മാത്രം അതിനെ ചുരുക്കേണ്ടതാണെന്ന് ഞാൻ കരുതുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നുമില്ല. കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയുന്ന ഒരു എയർപോർട്ട് ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിട്ട് കുറച്ചു കാലം ആയിട്ടുണ്ട്. ഇത് എല്ലാവരുടെയും ശ്രദ്ധയിൽ പെടുന്നുണ്ട്. ഇതിനകത്ത് ഉദ്യോഗസ്ഥർ ഒരുപാട് പേരെ കറപ്റ്റഡ് ആക്കിയിട്ട് ഇവർ കയ്യിലെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇനിയിപ്പോൾ ഇതിന് നിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ഇത്രയധികം സ്വർണം വരികയും ഈ സ്വർണ്ണം പൊട്ടിക്കൽ ഗ്യാങ്ങുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുകയും ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പോലീസുകാർ അതിനെ പോയി പൊട്ടിക്കുന്നുണ്ട്. ഇതിന്റെ ഷെയർ ഒരു പങ്ക് കസ്റ്റംസിലെ ഉദ്യോഗസ്ഥർക്ക് പോകുന്നുണ്ട്. ഇതെല്ലാം നാട്ടിലും നടക്കുന്നുണ്ട്. ഇതിന്റെ പിറകിൽ ഒരു വലിയ നെക്സസ് ഉണ്ട്, വലിയൊരു റാക്കറ്റ് ഉണ്ട്. അത് സമ്മതിക്കുന്നു. ആ സിസ്റ്റത്തിന് ഒരു ഫെയിലിയർ ഉണ്ട്, ആ സിസ്റ്റത്തിന് ഒരു പാളിച്ചയുണ്ട്. അത് റെക്ടിഫൈ ചെയ്യേണ്ടത് തന്നെയാണ്. അതിനിപ്പോൾ ഏത് സർക്കാരായിരുന്നാലും ശരി തന്നെയാണ്. ആ സിസ്റ്റത്തിനെ റെക്ടിഫൈ ചെയ്യേണ്ടത് തന്നെയാണ്. നമുക്ക് നിഷേധിക്കാൻ പറ്റാത്തൊരു വിഷയമാണത്. ഒന്ന്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷേ, ഇതിനകത്ത് ഇവർ കുറച്ച് ദിവസമായിട്ട് ഈ ആരോപണം തൃശ്ശൂർ പൂര സംബന്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം പറയണേ. എനിക്കിതിനകത്ത് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങയോടൊന്നുകൂടി ചോദിക്കുകയാണ്. എന്ത് ആണ് RSSും ADGPയും ചേർന്നിട്ട് ചെയ്തു എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം? ഈ ആരോപണത്തിന് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എവിഡൻസ് എന്താണ്? 16 മാസം മുമ്പ് കണ്ടു എന്നുള്ളത് മാത്രമാണോ? അതോ ആ കണ്ടതിനകത്ത് ഇത് ചർച്ച നടത്തി എന്നുള്ളതിൻ്റെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ 16 മാസത്തിൽ എന്തെങ്കിലും ആക്ടിവിറ്റി നീക്കിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? അതോ വെറുതെ കൊണ്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് പോകുന്നത് മാത്രമാണോ? ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും എന്തോ കഴിഞ്ഞ കൊല്ലത്തിന് മുമ്പുള്ള കൊല്ലം RSSന്റെ സർക്കാർ വാഹനം കണ്ടത് അവിടെ നിൽക്കട്ടെ. പക്ഷേ തൃശ്ശൂർ പൂരത്തിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നു. അവിടെ സുരക്ഷാ ചുമതലയുള്ള ഈ പൂരം കൈകാര്യം ചെയ്ത് പരിചയമുള്ള തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന പോലീസുകാരുണ്ട്. അവർക്കൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയാം. പക്ഷേ തീർത്തും പ്രായോഗികമല്ലാത്ത ചില സുരക്ഷാ നിർദ്ദേശങ്ങൾ വരുന്നു. ആ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് ADGP ആണ്. ഒന്നാമത്തെ പ്രശ്നം. അങ്ങനെ ആ നിർദ്ദേശങ്ങൾ അവിടെ നടപ്പാക്കപ്പെടുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. തൃശ്ശൂരിൽ പോലീസ് ക്ലബിൽ ADGP ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ പ്രശ്നം പരിഹരിക്കാൻ, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വലങ്കയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഇങ്ങനെ ഒരു സംഭവം നടക്കാണ്. അദ്ദേഹത്തിന് ജൂനിയർ ആയിട്ടുള്ള അങ്കിത് അശോകനേക്കാൾ വലിയ ചുമതലയുണ്ടല്ലോ. പോലീസ് ക്ലബിൽ ഉണ്ടായിരുന്ന അദ്ദേഹം ഇടപെട്ടോ? അദ്ദേഹം 3 മണി പുലർച്ചെ നേരത്തെ മൂകാംബികയ്ക്ക് പോയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മന്ത്രിമാരടക്കം അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അടക്കം സൂചിപ്പിച്ച് DGP ആ കാര്യങ്ങൾ സൂചിപ്പിച്ചൊരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് അതിൽ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല. ഇപ്പോഴും മുഖ്യമന്ത്രി കാത്തിരിക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ പരിശോധനയ്ക്കെങ്കിൽ അതിലെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്തിനാണ് അതിര് കടന്ന ഒരു ഉദ്യോഗസ്ഥനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന സംശയം. അഭിലാഷേ, എന്ത് റെസ്ട്രിക്ഷനാണ് പോലീസ് വെച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? അവിടെ ഞാൻ അങ്ങയുടെ അറിവിനെ പരിശോധിക്കുന്നതല്ല, ഞാനൊരു ചർച്ചയുടെ ഭാഗമായിട്ട് അങ്ങയോട് ചോദിക്കുന്നതാണ്. എന്തിനാണ് പോലീസ് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നതെന്ന് അങ്ങ് പാറമേക്കാവ് ദേവസ്വത്തോടോ തിരുവമ്പാടി ദേവസ്വത്തോടോ ഇതുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരോടോ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ തൃശ്ശൂർ പൂരം കൊടിയേറുന്നതിന്റെ തലേ ദിവസം അല്ലല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ അതിനകത്തൊരു ഇത് അറിയുന്നതാണ്. ഇപ്പൊ ഇതിനകത്ത് നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല. എല്ലാവരും ഒരു ബാൻഡ് വാഗന്റെ പിറകെ പോകുമ്പോൾ റിയാലിറ്റി ആരും ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ലാതെ 50 മീറ്റർ ദൂരെ മാത്രം ആനയിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ആൾക്കാരെ നിൽക്കാൻ പാടുള്ളൂ, ഇൻക്ലൂഡിങ് മേളക്കാര് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 50 മീറ്റർ എന്നുള്ളത് വീണ്ടും കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് 10 മീറ്റർ 8 മീറ്റർ 6 മീറ്റർ ആക്കിയിട്ടാണ് വരുന്നത്. ഈ പൂരം ഉച്ചയ്ക്ക് ശേഷമോ വൈകുന്നേരമോ രാത്രിയിലോ അല്ല ഈ പ്രശ്നം തുടങ്ങുന്നത്. രാവിലെ മുതൽ ഈ പ്രശ്നം തുടങ്ങുകയാണ്. പോലീസ് വരുന്നു, ഇത് മാർക്ക് ചെയ്യുന്നു, ഇതിനപ്പുറത്തേക്ക് ആള് പോകാൻ പാടില്ല. ആ ഹൈക്കോടതി ഓർഡർ അഭിലാഷ് ഒന്ന് നോക്കി നോക്കണം. അതായത് ഹൈക്കോടതി അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഈ ആനയുടെ 6 മീറ്ററിന്റെ അടുത്തേക്ക് ആൾക്കാർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ദേവസ്വത്തിന്റെ, പാറമേക്കാവ് ദേവസ്വം, തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം പോലീസ് ഓഫീസേഴ്സും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പേരിലാണ് ഇവിടെ ഈ പറയുന്ന ഇഷ്യൂസ് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. ഈ മാസത്തിൽ ആദ്യത്തെ ആഴ്ചയാണ്, ഞാൻ കൃത്യമായിട്ട് ഡേറ്റ് ഓർക്കുന്നില്ല, എൻ്റെ മൊബൈലിലുണ്ട്, വേണമെങ്കിൽ ഞാൻ അങ്ങേക്ക് തരാം. പ്രസ് റിലീസ് ഒരെണ്ണം പാറമേക്കാവും തിരുവമ്പാടിയും കൂടെ സംയുക്തമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അവർ പറയുന്നുണ്ട്, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് തൃശൂർ പൂരം അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർ രണ്ടുപേരുടെയും സംയുക്ത സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടന്നല്ലോ. ഈ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് 200ഓളം ക്ഷേത്രങ്ങളാണ് വനംവകുപ്പിന്റെ, ഫോറസ്റ്റിന്റെ GP ആയിട്ടുള്ള നാഗരാജനെതിരായിട്ട് മുഖ്യമന്ത്രിക്ക് പോയി പരാതി കൊടുത്തിരിക്കുന്നത്. അതായത് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ അട്ടിമറിക്കുവാൻ പറ്റുന്ന തരത്തിലേക്ക് ആന എഴുന്നള്ളത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന കോടതി വിധികൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് കാലങ്ങളായിട്ട് ഈ പരാതി ഉണ്ടെന്നേ. തൃശൂർ പൂരം അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് കുറെ കാലങ്ങളായി ശ്രമം നടക്കുന്നു എന്നുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതാൾക്കാരോട് നിങ്ങൾ പോയി ചോദിച്ചാലും പറഞ്ഞു തരും. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ തവണ മാത്രമല്ല പ്രശ്നം ഉണ്ടാകുന്ന. ഇപ്പൊ അദ്ദേഹം ഈ ചർച്ചയിൽ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നതിൽ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ വ്യക്തമായിട്ട് മറ്റൊരു ഇടത്ത് ചർച്ചയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഈ പറയുന്ന അങ്കിത് അഘോഷ്, അശോകൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കഴിഞ്ഞ വർഷവും ഇതുപോലെ പൂര സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. ഇത്തവണ അത് കുറച്ച് കൂടിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത്രയും കാലം ആ വിഷയം ചർച്ച ചെയ്യണ്ടായിരുന്നു. അതിലൊരു ക്ലാരിറ്റി വേണം. താങ്കൾ പറയുന്നത് കോടതി ഉത്തരവ് അനുസരിച്ച് അവിടെ പോലീസിനെ സംബന്ധിച്ച് നിർബന്ധപൂർവ്വം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അത് അവർ ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് താങ്കൾ ആദ്യ ഭാഗത്തിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയില്ലല്ലോ. രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് കുറെ വർഷങ്ങളായി അങ്കിത് അശോകൻ മുമ്പും ഇത് ചെയ്തു, പോലീസിന്റെ ഭാഗത്ത് കുറെ കാലമായി പ്രശ്നമുണ്ടെന്ന്. ഇതെങ്ങനെയാണ് ഇത് പൊരുത്തപ്പെടുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് അപ്പോൾ കോടതി ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് അതിലേക്ക് തന്നെയാണ് അഭിലാഷൻ ഞാൻ വരുന്നത്. കാരണം ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഇതിനെ പൊളിക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് പണിയെടുക്കുന്നുണ്ട്. ആ പണിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്തുനിന്ന് അതിന്റെ ഇന്റൻസിറ്റി കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. അവർ ഇത്തവണ വളരെ കൃത്യമായിട്ടൊരു ടൂള് തൃശൂർ പൂരം കൊടിയേറുന്നതിന്റെ തലേ ദിവസം ഉണ്ടാക്കി കൊണ്ടുവന്നു പോലീസിനോട് അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ചുകൂടി സംയമനത്തോടു കൂടി അവർ കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയമായിരുന്നു. പക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം അവർ കുറെ കാലങ്ങളായിട്ട് എന്താണ് ചെയ്തുകൊണ്ട് വരുന്നതെന്ന്. ഇത് മാത്രമാണോ? ഈ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്താണ്? എക്സിബിഷനാണ്. ആ എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ വാടക 45 ലക്ഷത്തിൽ നിന്ന് 2 കോടിയിലേക്കാണ് ഒരു സുപ്രഭാതത്തിലേക്ക് എടുത്ത് മാറ്റിക്കൊടുത്തത്. അവർക്ക് പൂരം നടത്താൻ സാധിക്കുമോ? ഘടകപൂരങ്ങളെ മുഴുവൻ ഫണ്ട് ചെയ്യേണ്ടതും അവർക്ക് ഈ വേണ്ടുന്ന ആന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കൊടുക്കേണ്ടതും ഈ 2 ദേവസ്വങ്ങളാണ്. അവരെവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? അവര് പാപ്പരായി പോകുന്ന സാഹചര്യമില്ലേ? അപ്പൊ ഇത് കാലങ്ങളായിട്ട് തൃശൂർ പൂരത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇവിടെ നടക്കുന്നുണ്ട് ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്ന്. നിങ്ങൾ ഇത്രയും കാലവും അത് കണ്ടില്ല. നിങ്ങൾക്ക് ഇത് RSS അട്ടിമറിച്ചു എന്ന് ഒരു ഉണ്ടയില്ല വെടി ആരോപണം കിട്ടിയപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ചർച്ചാടി ഇറങ്ങി. നിങ്ങൾക്ക് ഇത്രയും കാലം ഇല്ലാത്ത സ്നേഹം തൃശൂർ പൂരത്തിനോട് വന്നു. ഇത്രയും കാലം അതിന്റെ വിഷയം നിങ്ങൾക്ക് ആർക്കും ചർച്ച ചെയ്യണ്ടായിരുന്നു. ഇതാണ് യാഥാർത്ഥ്യം. അതാണ് RSSന്റെ അല്ലെങ്കിൽ BJPയുടെ വേർഷൻ. ഒരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷമാണ്. ശ്രീ SK സജീഷ്, പൊളിറ്റിക്കലി വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്നിവിടെ ഇപ്പോൾ യുവരാജ് പറഞ്ഞ പൂരം തകർക്കാൻ അല്ലെങ്കിൽ ഹൈന്ദവാചാരങ്ങൾ തകർക്കാനുള്ള ഡിസൈൻ എന്ന ആരോപണം മറുവശത്ത് അൻവർ പറയുന്നു. നോക്കൂ, മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുകയാണ്. കരിപ്പൂർ എയർപോർട്ട് മലപ്പുറം ജില്ലയിലായി പോയതുകൊണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നോക്കൂ, പോലീസിന് വർഗീയ നിലപാടാണ് എന്നും പാർട്ടിക്കാരും ന്യൂനപക്ഷങ്ങളും, അതായത് നിങ്ങളുടെ പാർട്ടിക്കാരും ന്യൂനപക്ഷങ്ങളും വലിയ തോതിലുള്ള അനീതി പോലീസിൽ നിന്ന് നേരിടുന്നു. RSS വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ പോലീസ് സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങൾ ഇടതുപക്ഷത്തെ ഒരു MLA പറയുമ്പോൾ അത് കൂടുതലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ അണികളിലേക്കും നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരിലേക്കുമാണ് എന്ന കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അല്ല, സ്വർണ്ണക്കടത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ന്യൂനപക്ഷത്തിനെ കുറിച്ചാണെന്ന് ആർക്കും തോന്നുന്നുണ്ടെങ്കിൽ അത് അവരോടുള്ള അവഹേളനമാണ്, അത് ശുദ്ധ തോന്നിവാസമാണ് അൻവർ പറയുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. അത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനൊന്നും ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇപ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇവിടെ തൃശ്ശൂർ പൂരത്തിന് ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്, അത് അട്ടിമറിക്കാൻ എന്നാണ് പറഞ്ഞത്. ആ സിസ്റ്റമാണ് ആംബുലൻസിൽ വന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്.
നിങ്ങൾക്ക് വർഗീയപരമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉത്സവങ്ങളും പൂരങ്ങളും അതുപോലെ തന്നെ ആചാരങ്ങളും എല്ലാം തകർത്ത് ജനങ്ങളുടെ മുന്നിൽ ചില വിയോജിപ്പുകൾ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടാകും. അതിൻ്റെ പല പ്രകടമായ രീതികളും നിങ്ങൾ കാട്ടിയിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ ഒന്നും പോകുന്നില്ല. അതെല്ലാം ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പിന്നെ ഒരു കാര്യം ഈ ചർച്ചയിൽ ഞാൻ വ്യക്തമായി പറയണമെന്ന് ആഗ്രഹിക്കുന്നത്, ഒന്ന്, ഇവിടെ തനിക്ക് പിന്തുണ കിട്ടാൻ വേണ്ടി ചിലർ നടത്തുന്ന ശ്രമമുണ്ട്. ഒന്ന്, കേരളത്തിലെ CPM അനുഭാവികളെ സംബന്ധിച്ചിടത്തോളം, പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മറുനാടൻ മലയാളി എന്ന് പറയുന്ന മാധ്യമത്തിനെതിരായി ശക്തമായ വികാരമുണ്ട്. ആ വികാരത്തിൻ്റെ വക്താവായി നിന്നു, ആ പിന്തുണ നേടിയെടുത്തു. പിന്നെ പൊതുവെ മാധ്യമങ്ങളോട് ഞങ്ങളെല്ലാം നല്ല വിമർശനം ഉന്നയിക്കാറുണ്ട്. അതൊരു ജനാധിപത്യപരമായ വിമർശനമാണ്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ കടക്കാറില്ല. അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾക്കെതിരായി ഒരു ചാമ്പ്യനായിട്ടുള്ള വിമർശനം അവതരിപ്പിക്കുക, ഏത് ഭാഷ ഉപയോഗിച്ച് വിമർശനം അവതരിപ്പിക്കുക, അപ്പോൾ കൂടുതൽ കയ്യടി കിട്ടും, ഞങ്ങളെക്കാൾ കൂടുതൽ കയ്യടി കിട്ടും. അതോടൊപ്പം ഏഷ്യാനെറ്റിനെതിരായി ഞങ്ങൾക്കുണ്ടായിരുന്ന ചില വികാരങ്ങളുണ്ട്, ആ വികാരത്തെ ശക്തിപ്പെടുത്തുക. ഇങ്ങനെ പലതും പറയുക. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോടിയേരിയോടുള്ള സ്നേഹമുണ്ട്. ആ സ്നേഹം ഇപ്പോൾ ചേർത്ത് പിടിക്കുക. ഏതായാലും സീതാറാം യെച്ചൂരിനെ പറ്റി ഇപ്പോൾ പറയാതിരുന്നത് കേരളത്തിലെ കാര്യമായതുകൊണ്ടായിരിക്കും പറയാതിരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് സഖാക്കളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ആക്രമിക്കാൻ പലരും കൂടെ ഉണ്ടാവും. ഒരു പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വലതുപക്ഷ മാധ്യമത്തിന്റെ വേട്ടക്കിരയായിട്ടുള്ളത് കേരളത്തിലെ CPM ആയിരിക്കും. ഞാൻ പറയട്ടെ, CPM ആയിരിക്കും, അതിൽ തർക്കമൊന്നുമില്ല. അതിൽ ഏറ്റവും കൂടുതൽ ആ വേട്ടയിലൊന്നും ഈ പ്രസ്ഥാനം ഒരു കാലഘട്ടത്തിൽ തകർന്നു പോയിട്ടില്ല. അമേരിക്കൻ CIA പണം പറ്റിയിട്ട് നമുക്കറിയാമല്ലോ, വിമോചന സമരം ഉൾപ്പെടെ തുടങ്ങിയ ആ മാധ്യമ വിമർശന കാലഘട്ടമുണ്ട്. ഞാൻ പറഞ്ഞു വരട്ടെ, അതായത് അത് മുതൽ ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന CPM നേതാവിനെ എത്രമാത്രം ഈ മാധ്യമങ്ങളും എല്ലാം ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ തുറന്നു കാണിക്കാനും അതെല്ലാം അത് തെറ്റായിരുന്നു എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് CPM-ന്റെ പോയിന്റ്. വളരെ നന്ദി എന്റെ അതിഥികൾക്കെല്ലാം. എന്തായാലും ഇതിനേക്കാൾ വലിയ ഭൂകമ്പങ്ങൾ ഇനി കാത്തിരിക്കുന്നുണ്ടോ കേരളം? മുഖ്യമന്ത്രിയുടെ മറുപടി ഇന്നുണ്ടാകുമോ അതോ നാളെ ആയിരിക്കുമോ? നാളെ CPM-ന്റെ PB യോഗമുണ്ട്, കാത്തിരിക്കാം. വളരെ തീക്ഷ്ണമായ ഒരു പകലായിരിക്കും നാളെ എന്ന് സ്വാഭാവികമായും പ്രതീക്ഷിച്ചുകൊണ്ട് സൂപ്പർ പ്രൈം ടൈം അവസാനിപ്പിക്കുന്നു. നമസ്കാരം.